ബിനോയ് വിശ്വം ഉടൻ തന്നെ AKG സെന്ററിൽ മാധ്യമങ്ങളെ കണ്ടേക്കും. എന്തായാലും ഈ വിഷയത്തിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച PM ശ്രീ വിവാദത്തിൽ CPIയുടെ നിലപാട് എന്നതാണ് പിന്നോട്ട് പോക്ക്. നേരത്തെ തന്നെ സൂചനകൾ പുറത്തു വന്നതാണ്. ഇനി അല്പസമയത്തിനുള്ളിൽ തന്നെ ബിനോയ് വിശ്വം AKG സെന്ററിലേക്ക് എത്തുകയാണ്. അതായത് ബിനോയ് വിശ്വം വന്നേ. യെസ്, ബിനോയ് വിശ്വം എത്തിക്കഴിഞ്ഞു. ബിനോയ് വിശ്വം കെ രാജനുവേ. കെ രാജൻ കയറി വരുന്നു. പങ്കെടുക്കോ? ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, നമ്മൾ പറഞ്ഞതുപോലെ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇതാ MN സ്മാരകത്തിൽ നിന്നും CPIയുടെ നേതാക്കൾ AKG സെന്ററിലേക്ക് എത്തുകയാണ്. ഇരു പാർട്ടികളും തമ്മിലുണ്ടായ ഭിന്നത, PM ശ്രീമയെ തുടർന്നുണ്ടായ ഭിന്നത പരിഹരിക്കപ്പെടുകയാണ്. അതിൻ്റെ വഴി തുറക്കുകയാണ്. ഒരു പ്രഖ്യാപനത്തിന് മാത്രമേ ഇനി കാത്തു നിൽക്കേണ്ടതുണ്ട്. എന്താണ് ആ കാഴ്ചകൾ? ബിനോയ് വിശ്വവും ഇവരും കടന്നുപോയി കഴിഞ്ഞോ? തീർച്ചയായിട്ടും. അതായത് MN സ്മാരകത്തിലെ തിരക്കിട്ട കൂടിയാലോചനകൾക്കൊടുവിൽ സമവായ നീക്കത്തിലേക്ക് എന്ന സൂചനകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് AKG സെന്ററിൽ നിന്ന് 10 മണിയോടെ പുറത്തുപോയ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരികെ ഇവിടേക്ക് എത്തിയത്. അദ്ദേഹം ഇവിടെ എത്തി അകത്തേക്ക് പ്രവേശിച്ചതിന് പിന്നാലെ ബിനോയ് വിശ്വം അതോടൊപ്പം മന്ത്രി കെ രാജൻ ഉൾപ്പെടെയുള്ളവർ AKG സെന്ററിലേക്ക് എത്തുകയായിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ, MA ബേബി, MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി CPI നേതാവ് കെ രാജൻ, അതോടൊപ്പം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള നേതാക്കൾ ചർച്ച നടത്തും. അങ്ങനെയാണെങ്കിൽ ആ സമവായ ചർച്ചയിൽ ഔദ്യോഗികമായ ഒരു തീരുമാനത്തിലേക്ക് എത്തും. PM ശ്രീ പദ്ധതിയിൽ നിന്ന് തൽക്കാലത്തേക്ക് പിൻവാങ്ങാനുള്ള ഒരു തീരുമാനം, അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് കാര്യങ്ങൾ. അതായത് മന്ത്രിസഭയുടെ ഉപസമിതിയെ നിയോഗിച്ചുകൊണ്ട് ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട വിശദമായ പഠനം നടത്തിയതിനു ശേഷം മാത്രമേ ഇനി ഈ പദ്ധതിയുമായി മുമ്പോട്ട് പോകാൻ ഇടയുള്ളൂ. അത്തരമൊരു സമവായ നീക്കത്തിലേക്കാണ് എത്തുന്നത്. അങ്ങനെയെങ്കിൽ ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കും രാഷ്ട്രീയ അഭ്യൂഹങ്ങൾക്കും വിരാമം ഇട്ടുകൊണ്ട് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ CPIയുടെ 4 മന്ത്രിമാരും പങ്കെടുക്കുന്ന ഒരു സാഹചര്യം. അതായത് ഇന്ന് രാവിലെ മുതൽ തുടർന്ന തിരക്കിട്ട അനുനയ നീക്കങ്ങൾ, മുഖ്യമന്ത്രി നേരിട്ട് നടത്തിയ അനുനയ ചർച്ചകൾ, അത് ഫലം കാണുന്നുവെന്ന് തന്നെ വേണം പറയാൻ. അങ്ങനെ മഞ്ഞുരുകിയിരിക്കുന്നു. വലിയൊരു തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് വലിയ തരത്തിൽ CPMന് തിരിച്ചടിയായി മാറുമായിരുന്ന വലിയൊരു രാഷ്ട്രീയ പ്രശ്നത്തിനാണ് ഇപ്പോൾ തൽക്കാലത്തേക്കെങ്കിലും വിരാമമാകുന്നത്. ഇതിനുശേഷം CPIയുടെ നേതാക്കൾ ഒരുമിച്ച് ഒരുപക്ഷെ മാധ്യമങ്ങളോട് കണ്ട ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഉണ്ടായ ഇപ്പോൾ ഉരുത്തിരിഞ്ഞിരിക്കുന്ന നിലപാട് വ്യക്തമാക്കാനാണ് സാധ്യത. ഡാൻ, AKG സെന്ററിൽ ഇപ്പോൾ ആരൊക്കെയാണ് ഉള്ളത്? CPI നേതാക്കൾ ആരൊക്കെയുണ്ട്? മുഖ്യമന്ത്രി AKG സെന്ററിൽ നേരത്തെ തന്നെ പോയി കഴിഞ്ഞതല്ലേ? അങ്ങനെയെങ്കിൽ ഈ ചർച്ച ആരൊക്കെ തമ്മിലായിരിക്കും നടത്തുക? അതായത് രാവിലെ 9:30യോടെയാണ് LDF കൺവീനർ TP രാമകൃഷ്ണൻ, അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, MA ബേബി, MV ഗോവിന്ദൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള നേതാക്കൾ AKG സെന്ററിൽ എത്തിയത്. അവിടെ തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നു. അതിനുശേഷം ആദ്യം LDF കൺവീനർ ഇവിടുന്ന് മടങ്ങുന്നു. പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയനും 10 മണിയോടെ ഇവിടുന്ന് മടങ്ങുന്നു. അതിനുശേഷമാണ് MN സ്മാരകത്തിൽ ഇതുമായി ബന്ധപ്പെട്ട അനുനയ ചർച്ചകൾ നടന്നത്. ആ അനുനയ ചർച്ചകളിലാണ് പ്രശ്നപരിഹാരത്തിനുള്ള ഒരു ഫോർമുല തയ്യാറായത്. CPI അവർ മുമ്പോട്ട് വെക്കുന്ന ന്യായമായ ആവശ്യം അത് കൃത്യമായി തന്നെ CPM നേതൃത്വത്തെ അറിയിക്കുന്നു. അറിയിച്ച കാര്യങ്ങളിൽ ഒരു കൃത്യമായ റീസണബിളായ ഒരു കാര്യമാണ് മുമ്പോട്ട് വെക്കുന്നത് എന്ന് കൃത്യമായി CPM തന്നെ നേതൃത്വം തന്നെ തിരിച്ചറിഞ്ഞ ഒരു സാഹചര്യത്തിലാണ് തൽക്കാലത്തേക്കെങ്കിലും PM ശ്രീ പദ്ധതിയുടെ MOU ഒപ്പുവെച്ചിരുന്നെങ്കിലും അതിൽ നിന്ന് പിൻവാങ്ങാനുള്ള, തൽക്കാലത്തേക്കെങ്കിലും അത് ഫ്രീസ് ചെയ്യുന്ന ഒരു തീരുമാനത്തിലേക്ക് CPM എത്തുന്നത്. അതിനുശേഷമാണ് അങ്ങനെയെങ്കിൽ ഒരു കൂടിയാലോചന, സംയുക്തമായ ഒരു കൂടിയാലോചന അതിന് വഴി തുറക്കുകയും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട CPM നേതാക്കൾ തിരികെ AKG സെന്ററിലേക്ക് എത്തുകയും ചെയ്തത്. അതിന് തൊട്ട് പിന്നാലെ ഇപ്പോൾ ബിനോയ് വിശ്വവും കെ രാജനും ഉൾപ്പെടെയുള്ള CPIയുടെ പ്രധാനപ്പെട്ട നേതാക്കളും AKG സെന്ററിൽ എത്തുകയായിരുന്നു. ഇവിടെ തിരക്കിട്ട ചർച്ചകൾ നടക്കും. അതിനുശേഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഉണ്ടായിരിക്കുന്ന അഭിപ്രായ ഭിന്നത അത് കൃത്യമായി പരിഹരിച്ചതിന്റെ സൂചന നൽകിക്കൊണ്ട് രാഷ്ട്രീയമായ ഉയർന്നു വന്ന ഒരുപാട് ആക്ഷേപങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ട് CPMന്റെയും CPIയുടെയും നേതാക്കൾ ഒരുമിച്ച് മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യാനാണ് സാധ്യത. അതോ അതിനപ്പുറത്തേക്ക് CPM സംസ്ഥാന സെക്രട്ടറി
മന്ത്രി എം വി ഗോവിന്ദൻ തന്നെ പതിവായി നടത്തുന്ന വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുമോ, എന്താണ് ഇതിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നത് അല്പസമയത്തിനകം തന്നെ വ്യക്തമാകും. എന്തായാലും രാഷ്ട്രീയമായി CPM-നെ പ്രതിരോധത്തിലാക്കിയ ഒരു വലിയ പ്രശ്നത്തിനാണ് താൽക്കാലികമായെങ്കിലും വിരാമമാകുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ തരത്തിൽ ചർച്ചയായി മാറുമായിരുന്ന ഒരു സാഹചര്യം, അതോടൊപ്പം CPI-യുടെ പോഷക സംഘടനകൾ അടക്കം CPM-നെതിരെ സമരം ചെയ്ത ഒരു വിഷയം, ആ വിഷയത്തിലാണ് ഇപ്പോൾ നിർണായകമായ ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത്. മന്ത്രി KN ബാലഗോപാൽ കൂടി ഇവിടേക്ക് എത്തുന്നു. ഈ ചർച്ചകളുടെ ഭാഗമാകുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം കൂടി ഇവിടേക്ക് എത്തുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾക്ക് ഒരു നേതാക്കന്മാരും ഇതുവരെ തയ്യാറായിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം. പലപ്പോഴും എല്ലാ നേതാക്കളോടും പ്രതികരണം ആരാഞ്ഞപ്പോഴും മൗനം തുടരുകയായിരുന്നു നേതാക്കൾ. അത് തന്നെ തുടരാനാണ് സാധ്യത. KN ബാലഗോപാൽ AKG സെന്ററിലേക്ക് നിർണായകമായ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തുകയാണ്. ഒരു പ്രതികരണങ്ങളും നടത്താതെ KN ബാലഗോപാൽ ചർച്ചകൾക്ക് വേണ്ടി അകത്തേക്ക് പ്രവേശിക്കുകയാണ്. യാതൊരു തരത്തിലുള്ള പ്രതികരണങ്ങൾക്കും തയ്യാറാകാതെ KN ബാലഗോപാലും ഈ നിർണായക ചർച്ചയുടെ ഭാഗമാകുന്നതിന് വേണ്ടി അകത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വി അരുൺ കൂടിയുണ്ട്. അരുൺ, ഒരു പ്രധാനപ്പെട്ട വിഷയം കൂടി അവശേഷിക്കുന്നില്ലേ? ഈ പിന്നോട്ട് പോക്ക് പ്രഖ്യാപിക്കുമ്പോഴും മുന്നണിയുടെ മുന്നോട്ട് പോക്കിൽ നേതാക്കൾക്കിടയിൽ ഇതൊരു ഈഗോ ഇഷ്യൂമല്ലാതെ മുന്നോട്ട് ഇതിനെ കൊണ്ടുപോകേണ്ടതുണ്ടല്ലോ. കാരണം ഒരു കക്ഷിയുടെ പിന്നോട്ട് പോക്കെന്ന് പറയുമ്പോൾ ആ തിരുത്തലിന് തയ്യാറായവർ മുന്നണിയിൽ ഭാവിയിൽ അത് ബാധിക്കാതിരിക്കാനുള്ള ഒരു ജാഗ്രത കാട്ടൽ കൂടി ഉണ്ടാവണമല്ലോ. ഒരുപക്ഷെ ഇപ്പോൾ നടക്കുന്ന ചർച്ചകളിലൊക്കെ ആ വിഷയത്തിൽ കൂടി ഒരു സൊല്യൂഷൻ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടാവണം. വരുന്നത് തെരഞ്ഞെടുപ്പ് കാലമാണ്. ഈ അഭിപ്രായ ഭിന്നതകൾ പല ഘട്ടങ്ങളിൽ പറഞ്ഞതാണ്. അത് താഴേക്കിടയിലേക്ക് വരാതിരിക്കാനുള്ള ജാഗ്രത കാട്ടേണ്ടതുണ്ട്. അങ്ങനെ പല വിഷയങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായി വരുന്നുണ്ടാവുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളും ചർച്ചയിൽ വരും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു കത്ത് CPM ജനറൽ സെക്രട്ടറി അയച്ച കത്തിൽ പ്രധാനമായും പറയുന്നത് ഈ കരാർ മരവിപ്പിക്കാൻ സർക്കാർ തയ്യാറാണ്. മരവിപ്പിക്കുന്നത് പറയുമ്പോൾ ക്യാബിനറ്റ് സബ് കമ്മിറ്റിയെ വെക്കും. ക്യാബിനറ്റ് സബ് കമ്മിറ്റി ഈ PFCയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പൂർണ്ണമായും പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകുമെന്നല്ല അറിയിക്കുന്നത്. ക്യാബിനറ്റ് സബ് കമ്മിറ്റി വെക്കും. ആ ക്യാബിനറ്റ് സബ് കമ്മിറ്റി ഈ PFCയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കും. അത് പഠിച്ച് റിപ്പോർട്ട് നൽകുന്നത് വരെ അല്ലെങ്കിൽ അതിൽ തീരുമാനം ഉണ്ടാകുന്നത് വരെ ഈ പദ്ധതി മരവിപ്പിക്കണം എന്ന ആവശ്യമാകും കേന്ദ്രത്തിന് മുൻപാകെ വയ്ക്കുക. ആ ഒരു നിർദ്ദേശമാണ് CPI ജനറൽ സെക്രട്ടറിക്ക് മുമ്പാകെ വച്ചിട്ടുള്ളത്. അതിൽ തന്നെയാണ് ഇനി ചർച്ച നടക്കാൻ പോകുന്നത്. ഇപ്പോൾ AK സെന്ററിലും അതിനുശേഷം ഈ MN സ്മാരകത്തിലുമൊക്കെ ചർച്ച നടക്കാൻ പോകുന്നത് ആ ഒരു കത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. CPIക്കും ഏറെക്കുറെ സ്വീകാര്യമായ ഒരു ഉപാധി തന്നെയാണത്. അതുകൊണ്ടാണ് അവർ അംഗീകരിക്കുന്നത്. ഇത്തരത്തിൽ ആര് ജയിച്ചു ആര് തോറ്റു എന്ന തർക്കങ്ങളൊക്കെ സ്വാഭാവികമായും സാമൂഹ്യ മാധ്യമങ്ങളിലും അല്ലെങ്കിൽ നമുക്കുമൊക്കെ പറഞ്ഞ അപ്പുറത്തേക്ക് ഇരു പാർട്ടി നേതാക്കൾ അത്തരം ഒരു വിജയത്തിന്റെ അവകാശവാദവുമായോ അല്ലെങ്കിൽ ക്രെഡിറ്റ് നേടിയെടുക്കാനുള്ള ശ്രമമായോ ഒന്നും ആരും രംഗത്ത് വരില്ല. ഇത് മുന്നണിയിലെ ഒരു നയപരമായ പ്രശ്നമായിരുന്നു. അത് ചൂണ്ടിക്കാട്ടി പരിഹരിച്ചു എന്നൊരു ഇത് മാത്രമേ പുറത്തു വരികയുള്ളൂ. പിന്നീട് സ്വാഭാവികമായും അത്തരം CPM-ന് ഇതൊരു തിരിച്ചടി തന്നെയാണ്. കാരണം CPI പോലെ ഒരു പാർട്ടി തങ്ങളുടെ വലിയ തീരുമാനത്തെ തിരുത്തിക്കാൻ മാത്രം കരുത്തുള്ള പാർട്ടിയായി ഇപ്പോൾ നിൽക്കുന്നുവെന്ന് CPM സമ്മതിക്കാൻ ഒരു ഘട്ടത്തിൽ തയ്യാറാകുന്നതല്ല. പക്ഷേ യാഥാർത്ഥ്യം അതായിരിക്കുന്നു. CPIക്ക് ഇപ്പോഴും ഒരു തിരുത്തൽ ശക്തി എന്ന നിലയിൽ മുന്നണിയിൽ നിൽക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്ന നടപടി തന്നെയാണ്. CPM-ന് ആ രീതിയിൽ തിരിച്ചടിയാണ്. പക്ഷേ അങ്ങനെ CPM തിരിച്ചെടുത്ത് പറയുമ്പോഴും CPM-നും ഇതുമായി മുന്നോട്ട് പോയ ഒരുപാട് രാഷ്ട്രീയ ചോദ്യങ്ങൾക്ക് അവർ ഇനിയും മറുപടി പറയേണ്ടി വരും. എന്തിനാണ് ഇങ്ങനെ പ്രത്യയശാസ്ത്രത്തിൽ വെള്ളം ചേർത്തത്? എന്തുകൊണ്ടാണ് ഈ കായ്വത്കരണത്തെ പ്രോത്സാഹിപ്പിക്കുമെന്ന് ഓരോ മണിക്കൂറിലും പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാ സമ്മേളനങ്ങളിലും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യത്തിൽ സുപ്രഭാതത്തിൽ പിന്നോട്ട് പോകുന്ന നിരവധി ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും CPM-നും. ഏതായാലും അത് ഒഴിവായിരിക്കുന്നു. CPM-ഉം തൽക്കാലത്തേക്ക് ഈ വിഷയത്തിൽ ഇപ്പോൾ അവർക്കും രക്ഷപ്പെടാം. രാഷ്ട്രീയ വിമർശനങ്ങളൊക്കെ സ്വാഭാവികം ഉയർന്നു വരാം. എന്തുകൊണ്ടാണ് ഇതിൽ ആദ്യം എതിർത്തത് പിന്നീട് ഒപ്പിട്ടത് വീണ്ടും പിന്മാറുന്നത് എന്നുള്ള വിമർശനങ്ങൾ BJP-യിൽ നിന്നും UDF-ൽ നിന്നും ഒക്കെ സ്വാഭാവികമായും CPM-നും നേരിടേണ്ടി വരും. എങ്കിൽ പോലും ഒരു പരിധിവരെ അവർക്കും പറഞ്ഞു നിൽക്കാൻ കഴിയുന്ന സ്വാഭാവികമായി തെറ്റ് എല്ലാവർക്കും സംഭവിക്കും. ആ തെറ്റ് തിരുത്താൻ തയ്യാറായി എന്നുകൂടി പറഞ്ഞു നിൽക്കാൻ CPM-നും കഴിയുന്ന ഒരു സൊല്യൂഷനാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്.